നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരള ന്യൂസ് ഇന്റർനാഷണലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെസ്റ്റ് ട്രിവാൻഡ്രമായിട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മർമ്മപ്രധാന കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് ചിലപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥാപനമായിരിക്കും. 1961 കഫേ 1961 എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കഫേ 1961 ഫെമിലിയർ ആവാൻ കാരണം ഒരുപാടുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഏതാണ്ട് 4000-ലധികം നല്ല സൗഹൃദങ്ങൾ ഒത്തുചേർന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ഇതിലൂടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ ഒരു സ്ഥാപനം കഫേ 1961 എന്ന് പറയുന്ന സ്ഥാപനം ഫെമിലിയർ ആണ്. അതോടൊപ്പം തന്നെയാണ് എന്നിലേക്കും ഈ സ്ഥാപനം കടന്നു വന്നത്. പ്രത്യേകതകൾ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഒരു ദിവസം നല്ല വിശപ്പ്. അപ്പം ഞാൻ ചിന്തിച്ചു ഒരു കാര്യം ചെയ്യും, കഫേ 1961 ഒരു ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്താൽ ഓൺലൈനായിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത ഭക്ഷണം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ടാക്കി തരുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും മനോഹരമായിട്ടുള്ള ടേസ്റ്റി ഫുഡാണ് എനിക്ക് ഇവിടുന്ന് ലഭിച്ചത്. അത് ഞാൻ കഴിക്കാൻ മാത്രമല്ലല്ലോ, കഴിച്ച നല്ലതാണെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഒരു ടേക്ക് അവേ കൗണ്ടറുണ്ട്, അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തടുത്തായിട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കഫേ 1961 വിശേഷങ്ങളൊക്കെ കണ്ടറിയാം, രുചിച്ചറിയാം. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കഫേ 1961 എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ രുചിഭേദങ്ങളുടെ വ്യത്യസ്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോ ഞങ്ങളോടൊപ്പം ഉള്ളത് ദേവിക മാം ആണ്, ഇതിന്റെ പാർട്ണറാണ്. ഹായ്. ഹലോ. ഹായ് സുമിത്. താങ്ക് യു. സംസാരിക്കാം. യെസ്, സുഖമായിരിക്കുന്നു? ഹാപ്പിയാണ്. യെസ്, അതായത് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ഫുഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കഫേ 1961 എന്ന് പറയുന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പേര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ സ്ഥാപനത്തിന് ഇങ്ങനെ കഫേ 1961 എന്ന പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? സോ ഇത് ആക്ച്വലി നമ്മുടെ ഫാമിലി ബിസിനസ് ആണ്. ഞങ്ങളുടെ അച്ഛന്റെ ഇയർ ഓഫ് ബർത്ത് 1961 ആണ്. ആൻഡ് ഹി ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് റിലേറ്റഡ് ടു ഫുഡ്. ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം, ഇങ്ങനെ റെസ്റ്റോറന്റോ അല്ലെങ്കിൽ ഈ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാം. കഫേ 1961 എന്ന് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഇറ്റ്സ് ലൈക്ക് എ ട്രിബ്യൂട്ട് ടു ആ ഫാദർ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾ, ഒരു നമുക്കറിയാം ന്യൂജൻ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും പോകുന്ന മേഖല എന്ന് പറയുന്നത് ഒന്ന് ഫാഷൻ ഡിസൈനിങ്, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മേഖല. എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കഫേ, അച്ഛൻ്റെ ഇഷ്ടം അതൊക്കെ, ഇങ്ങനെ ഇതിലേക്കൊന്ന് യഥാർത്ഥത്തിൽ കഫേ മതി, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്ര എന്ന് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഓക്കെ, നമ്മള് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഞങ്ങൾ എല്ലാവരും നാടൻ ഫുഡ് തന്നെയാണ്. നമ്മൾ എത്ര ചൈനീസ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ പറഞ്ഞാലും സദ്യ നമ്മുടെ കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചോറും രസവും അവിയലും അതൊക്കെയാണ് നമ്മുടെ കംഫർട്ട്. സാമ്പാർ, അതാണ് നമ്മുടെ ഒരു കംഫർട്ട് ഫുഡ്. സോ നമുക്കത് എനിക്ക് തോന്നുന്നു ഇപ്പം ടൈം ലിമിറ്റേഷൻസ് കാരണമാണെന്ന് തോന്നുന്നു നമ്മളെ വീട്ടിലെല്ലാം പഴയ പോലെ ഒരു സദ്യ ഉണ്ടാക്കലൊക്കെ കുറവാണ്. എല്ലാം വാങ്ങുന്നതാണ്, അങ്ങനെ അതും വാങ്ങുന്നതാണ് കൂടുതൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പഴയ ടേസ്റ്റുകൾ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ, ഒരുപാട് നാടൻ വിഭവങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ. പിന്നെ ഇപ്പൊ തന്നെ ഒരുപാട് പേര്, ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലൈൻ ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് വർക്കിംഗ് വിമൻ, പിന്നെ അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ അവർക്ക് അത്രയും സമയം കിട്ടില്ല ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനും, ഹെൽത്ത് കണ്ടീഷൻസ് ഒന്നും ഹെൽപ്പ് ചെയ്യില്ലായിരിക്കും. സോ കറികൾ, ചോറുണ്ടാക്കുന്ന എളുപ്പമാണ്, കറികൾ ഉണ്ടാക്കുന്നതാണ് കുറച്ച് പ്രയാസം. സോ അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് എന്തുകൊണ്ട് നമുക്ക് കറികളിൽ ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഇത്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശത്തോടെ ഒന്നും അല്ല. അത് ശരിക്കും പറഞ്ഞാല് എല്ലാവരും ഈ രുചി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇരുകൈന്നൊരു സ്വീകരിച്ചു അത് ചെയ്തു. അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. നല്ല ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ എത്ര കിലോമീറ്റർ താണ്ടിയിട്ടും അവിടേക്ക് പോകുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. യെസ്, നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ സ്പെഷ്യൽ ഫുഡ്, അത് നമുക്ക് ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ എടുക്കുകയാണെങ്കിൽ, വെജ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ്? വാഴക്കൂമ്പ് തോരനുണ്ട്, വാഴപ്പിണ്ടി തോരനുണ്ട്, പിന്നെ വാഴപ്പിണ്ടി തോരനുണ്ട്, പിന്നെ പാവയ്ക്കുണ്ട്, അതുപോലെ തന്നെ ചക്കയുടെ ഉണ്ട്, പിന്നെ മുരിങ്ങയിലയുടെ കുറെ വിഭവങ്ങളുണ്ട്. അങ്ങനെ
ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ഒരുപാട് പേര് കഴിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ഇത് അത്ര എളുപ്പത്തിൽ കിട്ടില്ല. ഇല്ല, എല്ലാ സ്ഥലങ്ങളും കിട്ടാത്തൊരു അങ്ങനെ അതുകൊണ്ടാണ്. ആയിരിക്കാം. ഈ കൂടുതലും ഇങ്ങനെ ഈ വാഴപ്പിണ്ടി തോരന്നൊക്കെ പറയുന്നത് ഒരു വെറൈറ്റി സാധനം. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാകും എന്ന് തോന്നുന്നത് എങ്ങനെയാണത്? ഇതൊരു ട്രയൽ ആൻഡ് എറർ എന്ന് തന്നെ പറയാം. നമ്മൾ പണ്ട് കഴിച്ച സാധനങ്ങളാണ് ഇതൊക്കെ വീണ്ടും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു വേറെ ആൾക്കാരിലേക്ക് എത്തിച്ചാലും ഇതേ ഒരു റീച്ച് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ പറഞ്ഞു. നോൺ വെജിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ? അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കഫേ 9061 സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയാണ്? അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. സോ നമ്മുടെ പുളിമുളം ഫിഷ് കറി വളരെ ഫേമസ് ആണ്. പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ പെരട്ട്, ചിക്കൻ റോസ്റ്റ്, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ ഉച്ചക്കത്തുള്ള ഡിഷസ് ആണ്. ഇപ്പൊ ഈവനിങ് നോക്കുവാണെങ്കിൽ നമുക്ക് ചിക്കൻ അൽഫാം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേര് കേട്ടിട്ടില്ല, അതൊരു ഫിഷ് അൽഫാമും കൂടെ നമുക്കുണ്ട്. ഫിഷ് അൽഫാം. അതും ഈ ചിക്കൻ അൽഫാമിനെ പോലെ തന്നെ നമ്മൾ ഫിഷ് കൊണ്ട് അൽഫാം ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം വെജിറ്റേറിയൻ, നോൺ വെജ്, ഇതിൽ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഓർഡർ കൂടുതൽ വരുന്ന ഐറ്റം ഏതാണ്? ഇത് ഞങ്ങൾക്ക് ഇപ്പൊ നോൺ വെജ് ആണ് പറയുന്നതെങ്കിൽ എനിക്കൊന്ന് ഫിഷ് അൽഫാം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് ഇങ്ങനെ മീൽസ് ഉണ്ട്. സോ മീൽസിനാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരാറുള്ളത്. സ്റ്റാൻഡേർഡ് മീൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനാണ് കൂടുതൽ ഓർഡേഴ്സ് വരാറുള്ളത്. ശരി ശരി. ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിൽ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഉച്ചയാണോ അല്ലെങ്കിൽ ഈവനിങ് ആണോ? ഏത് സമയമാണോ? പീക്ക് ടൈം ഉച്ച സമയം തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോൺ വെജിൽ നോക്കുവാണെങ്കിൽ ഫിഷിന്റെ ഐറ്റംസ് പറയുവാണെങ്കിൽ പുളിമുളം ഫിഷ് കറി ഉണ്ട്, വറുത്തരിച്ച ഫിഷ് കറി ഉണ്ട്, അതുപോലെ കൊടംപുള്ളി ഇട്ട ഫിഷ് കറി ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. പിന്നെ ബീഫിന്റെ ഐറ്റംസ് തന്നെയാണെങ്കിൽ ഫ്രൈ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, കറി ഉണ്ട്. അതുപോലെ തന്നെ പോത്തിന്റെ ഐറ്റംസും അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ചിക്കന്റെയും ഫ്രൈ, റോസ്റ്റ്, പെരട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ കിടക്കാണ്. അങ്ങനെ ഉണ്ട്. എപ്പോഴും നമ്മളൊരു വ്യത്യസ്തത ചിന്തിച്ച് വ്യത്യസ്തത കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനം വ്യത്യസ്തമാകുന്നത്. ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു യാത്ര, അവിടെ നിങ്ങളുടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യുന്നു, ഒരു വാഹനത്തിൽ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യുന്നു, അവിടെയുള്ള ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ സാധനം വാങ്ങിക്കാൻ വരുന്നു. അതിനെക്കുറിച്ചൊന്ന് അങ്ങനെ ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വാഹനം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വാഹനം ഇപ്പൊ ഏത് ഭാഗത്താണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ കൂടുതലും കുറവങ്കോണം കവടിയാർ ഭാഗത്താണ് ആ വണ്ടി ഇപ്പം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുതിയ റൂട്ട്സും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുന്ന പാർട്ടായിട്ട് നമ്മളിപ്പം ഒരു ട്രയൽ റൺ തന്നെയാണ്. ഇതെല്ലാം ഒരു ട്രയലാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, എങ്ങനെ റീച്ച് ആവുന്നുണ്ട്. അപ്പം നമുക്ക് റീച്ച് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പം കുറച്ചും കൂടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രക്ക് നമ്മൾ തുടങ്ങിയത്. ഫുഡ് ട്രക്ക് തുടങ്ങിയത്. ഫുഡ് ട്രക്ക് ആണ്. ട്രാവൽസ് ഓൾ അറൗണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഭക്ഷണം എല്ലാം അതിലുണ്ട്. എല്ലാം അതിന്റെ അകത്തുണ്ട്. ഇപ്പം കവടിയാർ കുറവങ്കോണം റോഡിലാണ് ഇതുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരുപാട് റൂട്ട്സ് ട്രിവാൻഡ്രത്ത് നമ്മളത് ചെയ്യാൻ പോകും. അതൊരു വെറൈറ്റി സംഭവമാട്ടോ. നമുക്ക് അതായത് ഇവിടെ വന്ന് സാധനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് നമ്മൾ സാധനം അവരുടെ അരികിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഒരു വെറൈറ്റി സംഭവമായിരുന്നു. നമുക്കിപ്പം ഈ കഫേ 9061 എന്ന് പറയുന്ന സ്ഥാപനം ഫെമിലിയർ ആയത് ഒരുപാട് കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. യെസ്, അതിൽ ഏതാണ്ട് 4000-ലധികം നമ്മുടെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ അതിലുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബേസിക്കലി നമുക്ക് ഒരുപാട് പേരിൽ എത്തിക്കണമായിരുന്നു. ആൻഡ് വാട്സ്ആപ്പ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ വിചാരിച്ച ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, 6 ഗ്രൂപ്പ്സ് ഉണ്ട്, മോർ ദാൻ 5000 ആൾക്കാരുണ്ട് അതിൽ. സോ അതിൽ നമ്മൾ എല്ലാ ദിവസത്തെ മെനു, അതുപോലെ തന്നെ ഓഫേഴ്സ്, എന്തൊക്കെ ഓഫേഴ്സ് ആണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഇടും. സോ അങ്ങനെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് ആൻഡ് ത്രൂ വാട്സ്ആപ്പ് ആണ് നമ്മുടെ മാക്സിമം റീച്ച് വന്നിട്ടുള്ളത്. അതില് ഈ സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറയുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഓരോ ദിവസം ബേസ് ചെയ്തിട്ടൊക്കെ ഓഫർ കൊടുക്കാറുണ്ട്. ഫ്രൈഡേ ഓഫർ, സൺഡേ ഓഫർ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്ക് ചെയ്യാറുണ്ട്. നമുക്ക് പിന്നെ ഓഫേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും വീക്കിൽ 1 or 2 ഓഫേഴ്സ് എന്തായാലും നമ്മൾ പോവും. കാരണം വെച്ചാൽ നമ്മള് എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ഓഫ് കോഴ്സ് ഓഫേഴ്സ് എന്ന് പറയുന്നത് എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓഫേഴ്സ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഒരുപാട് പേരുണ്ട്, ഞാനും അങ്ങനത്തെ ഒരാളാണ്. സോ അതുകൊണ്ട് വീക്ക്ലി അറ്റ്ലീസ്റ്റ് 1 or 2 ഓഫേഴ്സ് എന്തായാലും ഇടും. അത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആണ് ഗ്രൂപ്പിൽ. അപ്പം ഇറ്റ് റീച്ചസ് ഔട്ട് ടു മോർ പീപ്പിൾ. അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ഉദ്ദേശം, എല്ലാവരിലും എത്തിക്കുക. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഞങ്ങൾക്ക് ഇവിടെ ക്ലോസ് ടു ഒരു 10 സ്റ്റാഫ്സ് ഉണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് എത്ര പേര് ഇതിന്റെ പുറകിൽ? പാർട്ട്നേഴ്സ് ഒരു 4-5 പേരുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഭാവി പരിപാടികൾ എന്ന് പറയല്ലോ, എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് പോലെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയിലാണ് കോമ്പറ്റീഷൻ യഥാർത്ഥത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ. കാരണം അത്രമാത്രം ഹോട്ടൽസ്, അത്രമാത്രം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇനിയിപ്പോൾ പറയുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒക്കെ ഒരു മുഖച്ഛായ മാറാൻ പോകുന്നു, മെട്രോ വരുന്നു, അങ്ങനെ എന്തൊക്കെ പറയുന്നു. ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരു നല്ലത് കൊടുക്കണം. ഇനി എന്താണ് ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല? ഫ്യൂച്ചറിലുള്ള ഒരു ഐറ്റംസ് എന്തൊക്കെയാണ് സ്പെഷ്യൽ?
സോ നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, നമുക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് എല്ലാ ഏരിയാസിലോട്ടും ഫുഡ് ട്രക്ക് അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പിന്നെ ഇൻ ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റ് ഓഫ് ട്രിവാൻഡ്രം വേറെ ജില്ലകളിലും കൂടെ എത്തിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അബ്രോഡ് ആണെങ്കിലും ദുബായ് നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലം, എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എത്തിക്കാനും കൂടെ നമുക്ക് ആഗ്രഹങ്ങൾ. അതാണ് ഒരു ഫ്യൂച്ചർ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇന്ത്യയിൽ തുടങ്ങാം. ഇവിടെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ബാക്കി. അല്ല ഞാൻ ചിന്തിക്കാം, നമ്മളെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, കഴിക്കട്ടെ, ടേസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കണ്ടേ. സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അത്രമാത്രം കാര്യങ്ങളൊക്കെ പറയാണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ശരിക്കും ഇവിടെ തിരുവനന്തപുരം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ഒരു 2 years ആയി. 2 വർഷമായി. ഇവിടെ തന്നെ പൂജപ്പുര തന്നെയാണ് ക്ലൗഡ് കിച്ചനും, അതുപോലെ തന്നെ വന്ന് കളക്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊരു ആഘോഷം നടക്കാണ്, അല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വരാം. കഫേ 9061 എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വരാം. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നേരത്തെ പറഞ്ഞതൊന്നും എന്റെ മനസ്സിലില്ല കേട്ടോ, കാരണം നമുക്ക് കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഐറ്റംസ് അത്രമാത്രം 30ഓളം ഐറ്റംസ് ഉണ്ട്. നോൺ വെജിലാണെങ്കിൽ അത്ര തന്നെ ഐറ്റംസ് ഉണ്ട്. ഇവരെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അത്രമാത്രം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലതല്ലേ വന്ന് ആ ടേസ്റ്റ് അനുഭവിച്ച്. കാരണം ഞാൻ ഇവിടുന്ന് കഴിച്ചതാണ്, ഈ കഴിച്ച സാധനം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ എന്തൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത് പറയാം. അപ്പൊ നമുക്ക് വേണ്ട ഭക്ഷണം ഇവിടെ റെഡിയാക്കി തയ്യാറാക്കി പ്ലേറ്റ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഞാൻ ഇത് കൊണ്ടുവച്ച മുതലേ എന്റെ ചിന്ത എവിടെയാ പോകുന്നതെന്ന് അറിയാം. ഈ വാഴപ്പിണ്ടി ഐറ്റംസ് ഉണ്ടല്ലോ, അത് കഴിക്കാന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിൽ അത് കാണുന്നില്ല. അതെന്താ സംഭവം? അതെല്ലാം സത്യം പറഞ്ഞാൽ തീർന്നു പോയി. സമയം നോക്കണേ, 11:45 12 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഈ വാഴപ്പിണ്ടി ഐറ്റംസ് ഒക്കെ തീർന്നു. അതെല്ലാം തീരും. ഈ ചീരത്തോരൻ, അതുപോലെ തന്നെ ഇപ്പൊ ചിക്കൻ പെരട്ട, വാഴക്കൂമ്പ് തോരൻ, ശരിക്കും അതൊക്കെ ബൾക്ക് ഓർഡർ ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. ബൾക്ക് ഓർഡേഴ്സ് ആയിട്ടും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ട് കോള് വരാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ബൾക്ക് ഓർഡർ വേണം. അപ്പൊ നമ്മള് അങ്ങ് തീരും. അപ്പൊ അങ്ങനെ ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഇനിയിപ്പോ അത് സ്പെഷ്യൽ ഡേ വരണമല്ലേ, മാറ്റി വെക്കണം, വിളിച്ച് പറയണം കേട്ടോ, ഇന്ന ഐറ്റംസ് അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ ഒക്കെ വരും. യെസ്. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന ഈ സാധനങ്ങൾ കഴിഞ്ഞുകൊണ്ട് എല്ലാ ഐറ്റംസും ഇതിലില്ല. എല്ലാ ഐറ്റംസും ഇതിലില്ല. ഇത് നമ്മുടെ സ്പെഷ്യൽ മീലാണ്. ഇത് എങ്ങനെ കാറ്റഗറി വരുന്നത്? സ്പെഷ്യൽ ഉണ്ട്, നോർമൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാ വരുന്നത്. ഓക്കെ. കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും സ്പെഷ്യൽ മീൽസ് തന്നെയാണ്. ഇത് 120 ആണ്. ഇത് ഇത്രയും റേറ്റ് വരുന്നത് 120. സിമ്പിൾ. അത് വലിയ വർദ്ധന. പിന്നെ ഈ ഐറ്റംസ്, ഇത് രസം, സാമ്പാർ, പുളിശ്ശേരി, പിന്നെ വറുത്തരച്ച ഞങ്ങളുടെ ഇതാണ് വറുത്തരച്ച തീയലാണ്. വറുത്തരച്ച തീയൽ. അതിന്റെ ഒരു ആക്ച്വലി അതിന്റെ ഒരു ടൈറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ഭയങ്കരം തിക്ക് കാണുമ്പോ തന്നെ. യെസ്. ഇത്രയും സാധാരണ സദ്യ വാങ്ങിക്കുമ്പോൾ ഇത്ര തന്നെ ക്വാണ്ടിറ്റിയിലാണോ ഡബ്ബ കൊടുക്കുന്നത്? ഇതാണ് നമ്മുടെ ഒരു നോർമൽ ക്വാണ്ടിറ്റി. ഇതാണ് നമ്മൾ എല്ലാവരും വാങ്ങിക്കുന്നത്. ഇപ്പം അഥവാ ഇപ്പം കൂടുതൽ ഓർഡേഴ്സ് അനുസരിച്ച് നമ്മൾ അതിന്റെ ഇതും മാറ്റും. നമ്മൾ കൊടുക്കുന്ന ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗ്രാം കണക്കിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. യെസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മണം ഇങ്ങനെ ഈ സദ്യക്കൊക്കെ പോയ പോലെ മണം ഇങ്ങനെ അടിച്ച് കയറുകയാണ്. ഇനി കഴിച്ചില്ലെങ്കിൽ, കാരണം ക്ഷണം ഭക്ഷണം എന്നാണ് പറയുന്നത്, അതിനുവേണ്ടി അധികം സമയം കാത്തിരിക്കാൻ പാടില്ല, പെട്ടെന്ന്. അപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ നാട്ടില് ഈ മലബാർ പറയുന്ന കൊണ്ടാട്ടം, അതുപോലെ തന്നെ ചമ്മന്തി, ഇവിടെ തീയൽ എന്ന് പറയും, നമ്മളവിടെ ഉപ്പേരി എന്ന് പറയും. കണ്ണൂർ ഭാഗത്തൊക്കെ പറയുന്നത് ഉപ്പേരി, തോരൻ എന്ന് പറയുന്നത് വളരെ കുറവ്. ഈ കേബേജ് ഉപ്പേരി, അവിയല്, ഇതിവിടെ എന്ത് പറയും? കൂട്ടുകറി. ഞങ്ങൾ അങ്ങനെ തന്നെയാ പറയുന്നത്, കൂട്ടുകറി. ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ നമ്മൾ നാട് മാറുന്നതനുസരിച്ച് വിശക്കുന്നുണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം, നമുക്ക് ടേസ്റ്റ് നോക്കാം, എന്നിട്ട് കഴിക്കാം. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പറയും, ആദ്യം കൊണ്ടാട്ടത്തിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടാട്ടത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം. അപ്പൊ ഈ ടേസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പറയാം. കൊണ്ടാട്ടം കഴിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ ചെറിയൊരു തരിപ്പും ടേസ്റ്റ് ഫുള്ളായിട്ട് ആ ടേസ്റ്റില് ഭക്ഷണം തുടങ്ങാം, കഴിക്കണം. ഓൾമോസ്റ്റ് ഈ സാമ്പാറിന്റെ ഒക്കെ പ്രത്യേകത എല്ലാ വെജിറ്റബിൾ ഇതിലുണ്ട്. അതാണ് അല്ലേ, ആക്റ്റീവ് സെറ്റ് വെജിറ്റബിൾ ഇതിൽ മാക്സിമം. സാമ്പാർ എന്ന് പറയുന്നതും വെജിറ്റബിളിന്റെ എണ്ണം കൂടുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയാം. മാക്സിമം എല്ലാ വെജിറ്റബിൾസും മാക്സിമം ഇട്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ശ്രമമുണ്ട്. കുറച്ച് തിക്കായിട്ട്, ഈ വെള്ളം പോലെ അല്ലാതെ എല്ലാ കറികളും ശ്രദ്ധിച്ചാൽ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഡബ്ബ കൊണ്ടുപോയാൽ ശരിക്കും 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. വെരി ഗുഡ്. നമ്മളൊരു സ്ഥാപനത്തിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ, പ്രത്യേകിച്ച് ഹോട്ടലിൽ, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ അടുക്കളയിൽ നമ്മൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ നാട് വിട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഫീല് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൾഫിലുള്ളവർക്കാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ അടുക്കളയിൽ നിന്ന് അമ്മ അല്ലെങ്കിൽ ആൻറ്റിമാരൊക്കെ ഉണ്ട്. ആ ഒരു രസം, നല്ല തേങ്ങ കരച്ച് വെച്ച കറി, സൂപ്പർ, അടിപൊളി കേട്ടോ.
ഏകദേശം സമയം ഇപ്പോൾ ഒരു 11:45 12 മണി ആവുന്നുള്ളൂ കേട്ടോ. മലയാളികളുടെ ഒരു വിശപ്പ് തുടങ്ങുന്ന ഒരു സമയമാണിത്. ഒരു യഥാർത്ഥ അതിൻ്റെ ഒരു പീക്ക് ടൈം എന്നൊക്കെ പറഞ്ഞ ഒരു 1:30-2 മണി ടൈമൊക്കെയാണ് യഥാർത്ഥ ഇതിൻ്റെ ഒരു പീക്ക് ടൈം. 12 മണിയാവുമ്പോൾ തന്നെ വായിന്ന് കൊതിയൂറാൻ തുടങ്ങി. ഞാൻ എന്തായാലും ഇന്ന് ഫോണില്ല കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ കഫേ 9061 വന്ന് കഴിച്ച് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കണം. എപ്പോഴും ഇങ്ങനെയുള്ളൊരു ബിസിനസ് എന്ന് പറയുന്നത് മൗത്ത് ടു മൗത്ത് ആണ് ഇതിന്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇവിടുന്ന് നല്ലത് കഴിക്കുന്നു, നമ്മൾ ദൂരത്തുള്ള ആരെങ്കിലും പറയുകയാണ് എടാ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഇവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ പറയും ഇവിടെ പോയാൽ മതി, നല്ല ഭക്ഷണമായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹദൂരം, അതാണ് ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വരുന്നവർക്ക് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഉള്ളവർക്കും ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഉച്ചയ്ക്കായിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ, നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഫേ 9061 എന്ന് പറയുന്ന സ്ഥാപനം അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് കൂടി ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. ഇത് കാട്ട് റോഡിലാണ്, കാട്ട് റോഡ് പൂജപ്പുരയിലാണിത്. ട്രസ്റ്റ് ബിൽഡേഴ്സിന്റെ അതേ ബിൽഡിംഗ് തന്നെയാണ്. അതേ ബിൽഡിംഗ് തന്നെയാണ്. ഓക്കെ, കാട്ട് റോഡ് അല്ലേ? കാട്ട് റോഡ്, പൂജപ്പുര കാട്ട് റോഡിലാണ്. ട്രസ്റ്റ് ബിൽഡേഴ്സിന്റെ അതേ ബിൽഡിംഗ് തന്നെയാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത്. ഒന്ന് ടേക്ക് അവേ കൗണ്ടർ അടുത്തും റെസ്റ്റോറന്റ് തൊട്ടടുത്തും അല്ലെ, അടുത്തടുത്തായിട്ടുള്ളത്. അപ്പം കാഴ്ചകളില്ല, ഇനി കഴിക്കാം. ഇത് കഴിച്ചു നിങ്ങൾ എല്ലാവരും കഴിക്കടാ എന്ന് പറയുന്നുണ്ടാവല്ലേ? യെസ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇവിടത്തേക്ക് സ്നേഹസ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. പുതിയ പദ്ധതികളൊക്കെ വൻ ഗംഭീരമായി മാറട്ടെ. ഇപ്പൊ ഒരു ഷോറൂം 2, 3, 4, 10, 100 ഗൾഫ് അബ്രോഡ് അങ്ങനെ എല്ലാം അങ്ങനെ വ്യാപിച്ച് കിടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രയോടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും ആരും അറിയാതെ പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം ഞങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കണം. ഞങ്ങളുടെ പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളുടെ അരികിൽ വിരൽ തുമ്പിൽ എത്തുന്നതായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.